അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. ബഹുമാനികളെ, വിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട തജ്വീദുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാനാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കാം. എന്താണ് തജ്വീദ്? തജ്വീദ് എന്തിനാണ്? പിന്നെ തജ്വീദ് പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. തജ്വീദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥത്തിൽ അത്തഹ്സീൻ എന്നാണ് അർത്ഥം. നന്നാക്കുക എന്നതാണ് തജ്വീദ് എന്നതിന്റെ ഭാഷാർത്ഥം. സാങ്കേതിക അർത്ഥത്തിൽ ഇസ്തിലാഹില് തജ്വീദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇസ്തിലാഹില് തജ്വീദ് എന്ന് പറയുന്നത്. ഇനി തജ്വീദ് പഠിക്കുന്നതോടുള്ള പ്രയോജനം സൗനുൽ ലിസാൻ, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്യുമ്പോൾ തെറ്റുകൾ വരാതെ നാവിനെ സൂക്ഷിക്കുക. ഇതാണ് തജ്വീദ് പഠിക്കുന്നത് കൊണ്ടുള്ളതായ പ്രയോജനം. ഇനി തജ്വീദ് പഠിക്കേണ്ടത് എങ്ങനെ? തജ്വീദിന്റെ പണ്ഡിതന്മാർ നമ്മളോട് നിർദ്ദേശിക്കുന്നത് തജ്വീദ് പഠിക്കാനുള്ള മാർഗങ്ങൾ, രണ്ട് മാർഗത്തിലൂടെയാണ് തജ്വീദ് പഠിക്കേണ്ടത്. ഒന്നാമത്തെ മാർഗം അൻ യസ്തമിഅൽ മുതഅല്ലിമു ലിഖിറാഅത്തി ശൈഖിഹി, പഠിപ്പിക്കുന്ന ആളിൽ നിന്നും പഠിക്കുന്ന ആള് കേട്ട് പഠിക്കുക. ഒന്നാമത്തെ രീതി അതാണ്. രണ്ടാമത്തെ രീതി അൻ യഖ്റഅൽ മുതഅല്ലിമു അമാമ ശൈഖിഹി വഹുവ യുസഹിഹുഹു, പഠിപ്പിക്കുന്ന ആളുടെ മുമ്പിൽ പഠിക്കുന്ന ആള് ഓതി കേൾപ്പിക്കുക. അപ്പോൾ പഠിപ്പിക്കുന്ന ആള് യുസഹിഹു, അതിനെ സ്വഹീഹാക്കി കൊടുത്തുകൊണ്ടിരിക്കും, നന്നാക്കി കൊടുത്തുകൊണ്ടിരിക്കും, തെറ്റുകളൊക്കെ തിരുത്തി കൊടുത്തുകൊണ്ടിരിക്കും. ഈ രീതിയാണ്. ഒന്ന്, പഠിപ്പിക്കുന്ന ആള് അങ്ങോട്ട് ഓതി കൊടുക്കുക. രണ്ടാമത്തത് പഠിക്കുന്ന ആളിൽ നിന്നും കേൾക്കുക, പഠിക്കുന്ന ആള് തിരിച്ചു ഓതുക. ഈ രണ്ട് രീതിയിലാണ് തജ്വീദ് പഠിക്കാനുള്ള മാർഗമെന്ന് തജ്വീദിന്റെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആമീൻ പറയാറുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസിൽ നിന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ പൂർണ്ണമായി കഴിഞ്ഞാൽ ആമീൻ പറയണമെന്നുള്ളത്. ഈ ആമീൻ എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ എഴുതപ്പെട്ടിട്ടുള്ളതല്ല. എന്നാൽ തജ്വീദിന്റെ നിയമത്തിനോട് ആമീൻ എങ്ങനെയാണ് പറയേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മൾ ആമീൻ പറയുമ്പോൾ അലിഫിന് നീട്ടുന്ന വിഷയത്തിൽ നമുക്ക് സംശയമാണ്. എത്രയാണ് അത് ഖദർ നീട്ടേണ്ടത്? ചില ആളുകൾ ആമീൻ എന്ന് പറയുന്നു, ചില ആളുകൾ ആമീൻ എന്ന് പറയുന്നു. ഇതിന്റെ തജ്വീദിന്റെ നിയമത്തിന്റെ വശം എന്താണ്? മഹാനായ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് ബിമിഖ്ദാരി ഹറക്കത്തൈന, രണ്ട് ഹറക്കത്ത് പറയാനുള്ള സമയം, അതായത് ആമീൻ മദ് അസ്ലിയായിട്ടാണ് മഹാനായ ഹഫ്സ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാനായ നാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സബ്അ ഖിറാഅത്തിൽപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ട നാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായത്തിൽ ബിമിഖ്ദാരി ഹറക്കത്തൈനി ഔ അർബഇൻ ഔ സിത്തിൻ, രണ്ട് ഹർക്കത്ത്, 4 ഹർക്കത്ത്, 6 ഹർക്കത്ത് ഖദർ വരെ ആമീനിന്റെ അലിഫിന് നീട്ടാം എന്നുള്ളതാണ്. അപ്പോൾ മഹാനവറുകളുടെ അഭിപ്രായത്തിൽ ആമീൻ പറയുമ്പോൾ എങ്ങനെയാ പറയേണ്ടത്? ആദ്യം 2 ഹർക്കത്ത് ആമീൻ, അത് 4 ഹർക്കത്ത് ആമീൻ, 6 ഹർക്കത്ത് ആമീൻ. ഈ 3 രീതിയിലും ആമീൻ പറയാമെന്ന് നാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംശയം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ കൂടാതെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിനെ സമീപിക്കാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിവ് ഉപകാരപ്പെടുന്നതാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ മദീന മീഡിയയിൽ അംഗമാകാനും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോക വിജയികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധമായ ഖുർആൻ ശരീഫ് നാളെ സാക്ഷി നിൽക്കുന്നവരിൽ, അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.